പ്രദർശനത്തിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അമ്മയെ അറിയാൻ എന്ന ലളിതാ സഹസ്രനാമം പരമ്പരയിലെ അടുത്ത നാമങ്ങളാണ്, അതായത് 6ഉം 7ഉം നാമങ്ങളാണ് നോക്കാൻ പോകുന്നത്. ഓം ഗം ഗണപതിയേ നമ, ഓം ശ്രീ ഗുരുഭ്യോ നമ, ഓം ശ്രീ മഹാദേവിയേ നമ. അപ്പോൾ നമുക്ക് ആദ്യത്തെ നാമമായിട്ടുള്ള ആറാമത്തെ നാമമായിട്ടുള്ള ഉദ്യദ്ഭാനു സഹസ്രാഭ എന്ന നാമം എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് നോക്കാം. ഉദ്യത് ഭാനു സഹസ്രാഭ. ഉദ്യത് ഉദിക്കുന്നത്, ഉദ്യത് ഭാനു എന്ന് വെച്ചാൽ സൂര്യൻ. സഹസ്രം എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ അനേകമെന്നും ആയിരമെന്നും അർത്ഥങ്ങൾ എടുക്കാൻ സാധിക്കും. ആഭ എന്ന് വെച്ചാൽ ശോഭ. അപ്പോൾ അനേകം സൂര്യന്മാര് ഉദിച്ചുയർന്നാലുണ്ടാകുന്ന ശോഭയേക്കാളും ശോഭയേറിയതായിരുന്നു ആ ദേവിയുടെ ഉത്ഭവം എന്നാണ് പറയുന്നത്. എവിടെ നിന്നാണ് ദേവി ഉത്ഭവിച്ചു വന്നിരിക്കുന്നത്? ചിതഗ്നി കൊണ്ട് സംഭൂത. നമ്മൾ കഴിഞ്ഞ നാമങ്ങളിൽ കണ്ടായിരുന്നു. ദേവന്മാര് ജ്വലിപ്പിച്ച ആ അഗ്നികുണ്ഡത്തിൽ നിന്നും ദേവി ഉയർന്നു വരുന്ന ആ രംഗത്തില് ആ പുറത്തു വന്ന ദേവി എന്ന് പറയണത് അനേകം സൂര്യന്മാരുടെ ആ ശോഭയെക്കാളും കൂടുതൽ ശോഭയോടുകൂടിയായിരുന്നു എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ വേറൊരു അർത്ഥതലത്തിൽ പറയുകയാണെങ്കിൽ ഒരു സൂര്യന്റെ ശോഭയെക്കാളും അനേകം മടങ്ങ് ശോഭയോടുകൂടിയ ദേവിയാണ്. ആ ദേവിയുടെ ശോഭ എന്ന് പറഞ്ഞാൽ സൂര്യനേക്കാളും അനേകം മടങ്ങായിരുന്നു എന്ന് വേണമെങ്കിലും നമുക്ക് പറയാൻ സാധിക്കും. ഇനി ഇതിന് വേറൊരു അർത്ഥതലം നമ്മൾ പറയുകയാണെങ്കിൽ ഉദ്യത് എന്ന് വെച്ചാൽ ഉദ്യമിക്കുക എന്നർത്ഥം എടുക്കണം. ഭാനു എന്ന് പറഞ്ഞാൽ ഭാനു സ്വപ്രഭയാ ഭാതി, അതായത് സ്വയം പ്രഭ കൊണ്ട് ആ ദീപ്തമായിട്ടിരിക്കുന്നത്, സ്വന്തം പ്രഭ കൊണ്ട് ദീപ്തമായിട്ടിരിക്കുന്നത്, അങ്ങനെയുള്ളതാണ് ഭാനു. സഹസ്രാഭ എന്ന് പറഞ്ഞാൽ ആ ശോഭ കൊണ്ട് ദശശതമായിട്ട് തോന്നുന്ന രീതിയിൽ കാണുന്നത്. ദശശതം എന്ന് പറയുമ്പോൾ ദശം 10, ശതം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 100, അപ്പോൾ 1000 അല്ലെങ്കിൽ അനേകം ആയിട്ട് കാണുന്നത്. അപ്പോൾ ആ ദേവി അദ്വിതീയം എന്നുള്ള ഭാവത്തിൽ, രണ്ടില്ല ഒന്നേ ഉള്ളൂ എന്ന ഭാവത്തിലിരിക്കുന്ന ആ ബ്രഹ്മം തന്നെയാണ് പരാശക്തി. അവള് പ്രപഞ്ചത്തിന്റെ സൃഷ്ടിക്ക് വേണ്ടിയിട്ടും ദേവകാര്യത്തിന് വേണ്ടിയിട്ടുമെല്ലാം ഉത്ഭവിക്കുമ്പോൾ അവളുടെ തന്നെ മായയിൽ നമുക്ക് 2 എന്നുള്ളൊരു ബോധത്തിൽ, അല്ലെങ്കിൽ അനേകം രൂപങ്ങളായിട്ട് കാണുന്നു എന്നാണ് പറയുന്നത്. അത് എപ്രകാരമാണെന്ന് വെച്ചാൽ, കയറിൽ നമ്മൾ പാമ്പിനെ കാണുന്നത് പോലെയും ആകാശത്തിലെ നീലനിറം കാണുന്നത് പോലെയുമല്ല. അപ്പോൾ ഈ കാണുന്ന എല്ലാ വസ്തുക്കളിലും അവൾ തന്നെയാണുള്ളത്. അവളില്ലാത്ത ഒരു വസ്തുക്കളും നിങ്ങൾക്ക് പ്രപഞ്ചത്തിൽ കണ്ടെത്തുവാൻ സാധിക്കുന്നില്ല. പക്ഷേ ആ ദേവിയുടെ മായ കൊണ്ടാണ് അത് അനേകം രൂപങ്ങളിൽ കാണപ്പെടുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. അപ്പൊ നമ്മുടെ തന്നെ ആ അജ്ഞാനമാകുന്ന ആ തമസ് മാറിക്കിട്ടിയെങ്കിൽ മാത്രമാണ് എല്ലായിടത്തും നമുക്ക് ആ ബ്രഹ്മവസ്തുവായിട്ടുള്ള ദേവിയെ കാണുവാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയാം. അപ്പോൾ ഉദ്യത് ഭാനു സഹസ്രാഭ എന്ന 6ാമത്തെ നാമത്തിന്റെ അർത്ഥത്തില് ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഉദിച്ചിരുന്ന ഒരു സൂര്യനേക്കാളും മടങ്ങ് ശോഭയോട് കൂടിയതായിരുന്നു ആ പൊങ്ങി വന്ന ആ ചിതഗ്നി കുണ്ഡത്തിൽ നിന്നും ഉയർന്നു വന്നിട്ടുള്ള ആ ദേവി രൂപം. അത് നമ്മളുടെ കുണ്ടലിനി ശക്തി തന്നെയാണ്. ആ കുണ്ടലിനി ശക്തി എന്ന് പറഞ്ഞാൽ അതിന്റെ ശോഭ, അതിന്റെ പ്രഭ എന്ന് പറഞ്ഞാൽ ഇടിമിന്നലിനോടൊക്കെയാണ് സാമ്യപ്പെടുത്താറ്. അത് നമുക്ക് ഒരു സൂര്യന്റെ പ്രകാശത്തോട് പോലും കമ്പയർ ചെയ്യാൻ പറ്റില്ല, അത്രത്തോളം പ്രകാശമാനമായതാണ്. അല്ലെങ്കിൽ അനേകം സൂര്യന്മാരുടെ ശോഭയെക്കാളും ശോഭയേറിയതാണ്. ഇനി സ്വന്തം ശോഭ കൊണ്ട് അനേക രൂപമായിട്ട്, അവളുടെ മായാൽ അവൾ അനേക രൂപമായിട്ട് കാണപ്പെടുന്ന രീതിയിൽ ഉദ്യമിച്ചു വന്നവളാണ് എന്നുള്ള അർത്ഥതലത്തിലും ആ ഉദ്യത് ഭാനു സഹസ്രാഭ എന്ന നാമം നമുക്ക് എടുക്കുവാൻ സാധിക്കും. ഇനി അടുത്ത നാമാണ് 7ാമത്തെ നാമമായിട്ട് പറയുന്നത് ചതുർബാഹു സമന്വിത എന്ന നാമാണ്. ചതുർബാഹു സമന്വിത.
അപ്പോൾ ഒരു പ്രകാശമാണ് ആദ്യമായിട്ട് ദേവന്മാർക്ക് കാണാൻ സാധിച്ചത്. ചിദഗ്നികുണ്ഡത്തിൽ നിന്ന് ദേവി ഉയർന്നു വരുമ്പോൾ ഒരു പ്രകാശ ഗോളമാണ് അവർക്ക് ആദ്യം കാണാൻ സാധിച്ചത്. പിന്നീട് സാവകാശം അവരതിലേക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ പതുക്കെ പതുക്കെ ഒരു രൂപം തെളിഞ്ഞു വരുന്നതായിട്ട് അവർക്ക് കാണാൻ സാധിച്ചു. അങ്ങനെ ആ തെളിഞ്ഞു വന്നതിൽ ആദ്യമായിട്ട് കണ്ടത് ദേവിയുടെ 4 കൈകളാണ്. ചതുർ ബാഹു അല്ലേ? ചതുർ എന്ന് വെച്ചാൽ 4, ബാഹു എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈകള്. 4 കൈകളാണ് അവർ ആദ്യമായിട്ട് കണ്ടത്. ആയുധങ്ങളെല്ലാം ധരിച്ചിട്ടുള്ള 4 കൈകളാണ് ആ ദേവിയുടെ ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ആദ്യത്തെ 50 നാമങ്ങളോളം ലളിത സഹസ്രനാമത്തില് ദേവിയുടെ സ്ഥൂല രൂപ വർണ്ണനയാണ് പറയുന്നത്. അപ്പൊ മനുഷ്യന്മാർക്ക് നമുക്കൊക്കെ എല്ലാവർക്കും നോക്കുകയാണെങ്കിൽ 3 രൂപങ്ങളെ പറ്റി നമ്മൾക്ക് അറിയാമല്ലേ? സ്ഥൂലം, സൂക്ഷ്മം, കാരണം. അപ്പൊ അതേ അവസ്ഥയിൽ തന്നെ ദേവി രൂപത്തില് നമ്മൾ ആദ്യത്തെ 50 നാമങ്ങളിൽ ദേവിയുടെ സ്ഥൂല രൂപ വർണ്ണനയാണ്. അപ്പൊ ഒരു ഉപാസകന് ഉപാസനയുടെ ഒരു തലം വരെ സ്ഥൂല രൂപം വെച്ചിട്ടുള്ള ആരാധന ആവശ്യമാണ്. ഇത് ഞാൻ പറഞ്ഞു, നമ്മുടെ മനസ്സ് ഗുണങ്ങളെ കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഗുണങ്ങൾക്ക് അധീനമായിട്ട് പ്രവർത്തിക്കുന്ന മനസ്സിനെ ഗുണങ്ങളുള്ള വസ്തുക്കളെയാണ് പിടിക്കാൻ പറ്റുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ആ സ്ഥൂല രൂപ വർണ്ണനയിൽ തുടങ്ങുന്നത്. ആ സ്ഥൂല രൂപ വർണ്ണന ഏതുവരെ വേണമെന്ന് പറഞ്ഞാൽ ജ്ഞാനോദയം ലഭിക്കുന്നത് വരെ. ആ ജ്ഞാനോദയം ലഭിച്ചതിന് ശേഷം പിന്നീട് ദേവിയുടെ ആ സൂക്ഷ്മ രൂപത്തിലേക്കാണ് പോകുന്നത്. സൂക്ഷ്മരൂപ തത്വം എന്ന് പറയുന്നത് നമ്മളുടെ മന്ത്രോപാസന ഘട്ടത്തിലാണ് ഒരു ഉപാസകന് ദേവിയുടെ ആ സൂക്ഷ്മ രൂപത്തെ പറ്റിയുള്ള വ്യക്തത ലഭിക്കുന്നത്. ഇനി അതും നമ്മൾ പിന്നിട്ട് കഴിയുമ്പോൾ വാസനകളെല്ലാം ക്ഷയിച്ചു കഴിയുന്ന അവസ്ഥയിൽ അവന് കാരണരൂപത്തെ പറ്റിയുള്ള കാരണരൂപത്തിന്റെ തത്വം മനസ്സിലാകുമെന്ന് പറയും. ഇത് തന്നെ പല രീതിയിൽ സ്ഥൂലം, സൂക്ഷ്മം, സൂക്ഷ്മതരം, സൂക്ഷ്മതമം, ശുദ്ധബ്രഹ്മം എന്ന രീതിയിൽ വ്യാഖ്യാനങ്ങൾ പറയാറുണ്ട്. അത് നമുക്ക് ഇനി വരുന്ന ക്ലാസ്സുകളിലൊക്കെ കാണാം. അപ്പോൾ ആ സ്ഥൂല രൂപത്തില് ദേവിയുടെ 4 കൈകളാണ് ആദ്യമായിട്ട് കാണുന്നത്. ചതുർബാഹുക്കള്. ചതുർബാഹു സമന്വിത, സമ്യക്കായ രീതിയിൽ ഒരു ദോഷവും ഇല്ലാത്ത രീതിയിൽ ചേർത്ത് വെച്ചിരിക്കുകയാണ് ആ ശരീരത്തിലേക്ക്. അപ്പോൾ ഓരോ തോളുകളിലും 2 കൈകൾ വെച്ചിട്ട്, മുന്നിലും പിന്നിലുമായിട്ട് 2 കൈകൾ വെച്ചിട്ട്, അങ്ങനെ ടോട്ടല് 4 കൈകളുള്ള ദേവീ രൂപമാണ് അവിടെ പ്രത്യക്ഷപ്പെട്ടത്. അതിൽ ഓരോ ആയുധങ്ങൾ പിടിച്ചിട്ടുണ്ട്. പാശം, അങ്കുശം, അതുപോലെ ബാണങ്ങള്, പിന്നെ ഇഷുകോദണ്ഡം, ഇതെല്ലാം പിടിച്ചിട്ടുണ്ട്. അതിനെല്ലാം താത്വികമായിട്ടുള്ള അർത്ഥങ്ങളുണ്ട്. അതെല്ലാം നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ കാണാം. അങ്ങനെ ആ ചതുർബാഹുവായിട്ടുള്ള ആ ദേവീ രൂപമാണ് അവിടെ നിന്ന് ഉയർന്നു വന്നത്. ഇനി ഈ നമ്മുടെ കൈകൾ എന്ന് പറയുന്നത് നമ്മുടെ കർമ്മകുശലതയെ കാണിക്കാനാണ്. ഈ ദേവീ രൂപങ്ങൾക്ക് കുറേ കൈകളുള്ള ദേവീ രൂപങ്ങളെയൊക്കെ കാണിച്ചാൽ ആ കർമ്മകുശലതയാണ് അതിൽ കൂടെ കാണിക്കുന്നത്. അപ്പൊ ദേവിക്ക് ഇവിടെ 4 കൈകളായിട്ട് കാണിക്കുമ്പോൾ ആ 4 കൈകൾ എന്ന് പറയുന്നത് ദേവിയുടെ 4 ശക്തി ദേവതകളെയാണ് കാണിക്കുന്നത്. അത് നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ കാണും. അശ്വാരൂഢാദേവി, ആ പാശത്തിൽ നിന്നും ഉത്ഭവിച്ചതായിട്ട് പറയുന്ന അശ്വാരൂഢാദേവിയും, അതുപോലെ അങ്കുശത്തിൽ നിന്നും വന്നിട്ടുള്ള സംഭൽക്കരി ദേവിയും, പിന്നെ മന്ത്രിണീ ദേവിയും. മന്ത്രിണീ ദേവി ഇഷുകോദണ്ഡത്തിൽ നിന്നും വരുന്നതായിട്ടുള്ള ആ മന്ത്രിണീ ദേവിയുണ്ട്. പിന്നെ പുഷ്പബാണങ്ങളിൽ നിന്നും, പഞ്ചതന്മാത്രകളാകുന്ന ബാണങ്ങളിൽ നിന്നും വന്നിട്ടുള്ള വരാഹി ദേവിയും. അവര് ദേവിയുടെ ശക്തി ദേവതകളാണ്. അവർക്ക് ഓരോ പർപ്പസ് ഉണ്ട്. അവരാണ് ഈ 4 കൈകളായിട്ട് പറയണത് എന്നുള്ള വ്യാഖ്യാനവുമുണ്ട്. ഇതുകൂടാതെ ചതുർബാഹു, 4 കൈകളുള്ളവനുമായിട്ട് സമന്വയിച്ച് നിൽക്കുന്നത് എന്ന് പറയുകയാണെങ്കിൽ 4 കൈകളുള്ള ദേവനാരാ? മഹാവിഷ്ണു ആണ് അല്ലേ? അപ്പോ ഈ മായ, ത്രിഗുണങ്ങളുള്ള മായ, സത്വം, രജസ്, തമസ് തുടങ്ങിയ 3 ഗുണങ്ങളുള്ള ആ മായയില് സത്വം അധികരിച്ചിരിക്കുന്ന അവസ്ഥയിൽ അത് സ്ഥിതികാരകനായിട്ടുള്ള മഹാവിഷ്ണുവായിട്ട് മാറുന്നു. ആ മഹാവിഷ്ണു എന്ന് പറയുന്നത് ആ ദേവിയുടെ ഒരു പ്രതിഫലനം തന്നെയാണ്. ആ സത്വത്തിലെ സത്വം തന്നെ അധികരിച്ചിരിക്കുന്ന ഭാവത്തിലാണ് മഹാവിഷ്ണു. അതുപോലെ രജസ് വരുമ്പോൾ കൂടുതലായിട്ട് വരുമ്പോഴാണ് ബ്രഹ്മാവ്, തമസ് വരുമ്പോൾ രുദ്രനായിട്ട് വരുന്നുണ്ട്. ഇത് ആ ദേവിയുടെ തന്നെ ഒരു പ്രതിബിംബമാണ്, ഒരു പ്രതിഫലനാണ്.
അവൾ ഒന്നേ ഉള്ളൂ. അവൾ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആ സൃഷ്ടിസ്ഥിതി സംഹാരാദി കർത്തവ്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പലതായി മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ആ മഹാവിഷ്ണുവായിട്ട് സമന്വയിച്ചിരിക്കുന്നവളും ദേവിയാണ്. ഇനി ലളിതാ സഹസ്രനാമത്തിൽ വരുന്ന നാമങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. വിഷ്ണു രൂപിണി, ഗോവിന്ദ രൂപിണി, വിഷ്ണുമായ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവിയെ വിളിക്കുന്നുണ്ട്. അപ്പോ ആ മഹാവിഷ്ണുവും ദേവിയും തമ്മിൽ വ്യത്യാസമില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കാം. അവളുടെ തന്നെ വേറൊരു രൂപമാണ് ആ വിഷ്ണു ഭഗവാന്റേത്. ആ ഗുണങ്ങളുടെ ഏറ്റക്കുറിച്ചുകൾക്ക് അനുസരിച്ചിട്ടാണ് അത് രൂപാന്തരം പ്രാപിക്കുന്നത്. അങ്ങനെയും നമുക്ക് ചതുർബാഹു സമന്വിത എന്ന നാമത്തിന് അർത്ഥം പറയാൻ സാധിക്കും. അതിന് എത്രത്തോളം അർത്ഥങ്ങളുണ്ട്. അപ്പോൾ ഏവർക്കും ഈ സഹസ്രനാമ പഠനം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്ന് കരുതുന്നുണ്ട്. ഏവരും നല്ല രീതിയിൽ പഠിക്കുക, അമ്മയെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഏവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. നന്ദി, നമസ്കാരം.